അന്ത്യകാലത്തിൻ്റെ ഉണർവിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയ ദൈവത്തിൻ്റെ ജനമേ, നിങ്ങൾ ഒന്നിച്ചായിരിക്കാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യത്തോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ ഇന്നലകളിൽ ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ദൈവനാമത്തിലായിരിക്കുന്നവരെ ദുഷിക്കുകയും ചെയ്തിരുന്ന ഒരു നാൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ദൈവമില്ല എന്ന് മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ എൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ദൈവം, നിങ്ങളെ മാറ്റിമറിക്കുവാൻ അവൻ ശക്തനത്രേ. എൻ്റെ തളർന്നുപോയ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച കർത്താവ്, എൻ്റെ നടക്കാൻ ശക്തിയില്ലാത്ത എൻ്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച എൻ്റെ കർത്താവ്, മരണത്തെ ആസ്വദിക്കാൻ തക്കവണ്ണം പാകത്തിലായിരുന്ന എൻ്റെ പിതാവിനെ വിടുവിച്ച എൻ്റെ കർത്താവ്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച എൻ്റെ ദൈവം നിങ്ങളെ വിടുവിക്കാൻ ശക്തനത്രേ. തുടർന്ന് മക്കളുണ്ടാകത്തില്ല എന്ന് ഡോക്ടർമാർ വിധി കൽപ്പിച്ചെടുത്ത് എൻ്റെ കർത്താവ് എനിക്ക് 2 കുഞ്ഞുങ്ങളെ കൂടെ നൽകി. 3 കുഞ്ഞുങ്ങളുടെ പിതാവായിരിക്കാൻ എൻ്റെ കർത്താവ് സ്വർഗം തുറന്ന് അനുവദിച്ചു. എൻ്റെ ഭവനം തകർന്ന് തരിപ്പണമാവുന്ന ലോകം വിധി കൽപ്പിച്ചെടുത്ത് എൻ്റെ ദൈവം എൻ്റെ ഭവനത്തെ അനുഗ്രഹിച്ചു. നിരീശ്വരവാദിയായിരുന്ന എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കർത്താവിൻ്റെ മഹത്വം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സകലരുടെ ജീവിതത്തിലും ഉണ്ടാകുമെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. നമുക്കൊരു വചനത്തിലേക്ക് കടക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ യിരെമ്യാവിൻ്റെ ഹൃദയത്തിലുണ്ടായ വലിയൊരു ആലോചന നമുക്ക് കാണാൻ കഴിയുന്നു. എൻ്റെ ജനപുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ടു ദുഃഖിച്ചു നടക്കുന്നു, സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, ഏറ്റവും കൂടുതൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, വേദനകളിൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിയായിരുന്നു യിരെമ്യാ പ്രവാചകൻ. മറ്റു പ്രവാചകന്മാരിൽ നിന്നും തന്നെ വ്യത്യസ്തനാക്കുന്ന ഒരു പ്രധാന സവിശേഷത, മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കാളിയാകുന്ന ഒരു വ്യക്തിയായിരുന്നു യിരെമ്യാ പ്രവാചകൻ. യിരെമ്യാവിൻ്റെ ഹൃദയത്തിൽ വലിയൊരു ചോദ്യം ഉയർന്നു. തൻ്റെ ജനത്തിൻ്റെ വേദന, പ്രയാസം, അതിനൊരു മറുപടി ഉണ്ടാകുമോ? ആ ജനത്തിൻ്റെ ദുഃഖം, പ്രയാസം യിരെമ്യാവിൻ്റെ ഹൃദയത്തിന് വലിയൊരു സ്തംഭനാവസ്ഥ ഉണ്ടാക്കുന്നത് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നു. അതിൻ്റെ തൊട്ടടുത്തുള്ള വാക്യത്തിൽ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഗിലെയാദിലെ സുഗന്ധതൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ, എൻ്റെ ജനപുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നത് എന്ത്? 3 ചോദ്യങ്ങളാണ് യഹോവയായ തമ്പുരാനോട് യിരെമ്യാവ് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ? ഗിലെയാദ് എന്ന പ്രദേശത്തെ ചരിത്രകാരന്മാർ ഇപ്രകാരം വിശേഷിപ്പിക്കുന്നു, ഏറ്റവും കൂടുതൽ ഔഷധ സസ്യങ്ങളാൽ നിറയപ്പെട്ട ഒരു വലിയൊരു പ്രദേശമാണ് ഗിലെയാദിലെ താഴ്വരകൾ. എന്നാൽ അതിൽ സകല വ്യാധികൾക്കും സകല രോഗങ്ങൾക്കും വിടുതൽ നൽകുവാൻ, ആ പ്രശ്നങ്ങൾക്ക് വിടുതൽ നൽകുവാൻ കഴിവുള്ള ഔഷധ സസ്യങ്ങൾ ആ താഴ്വരകളുണ്ട്. എന്നാൽ അത് കണ്ടെത്തി, അത് പറിച്ചെടുത്ത്, അതിനെ ചതച്ച് പിഴിഞ്ഞ് അതിനെ വേണ്ടുന്ന രീതിയിൽ പാകമാക്കി ഒരു ഔഷധമാക്കി മാറ്റാൻ കഴിവുള്ള വൈദ്യൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജനത്തിന് വിടുതൽ കൊടുക്കാൻ കഴിയത്തുള്ളൂ. ആത്മമണ്ഡലത്തിലൂടെ അതിനെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നു, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ പുതിയ വിശ്വാസികളായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് ചൊരിയുന്നതിന് വേണ്ടി അവൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി തീർത്തു. ഏറ്റവും നല്ല ഔഷധ സസ്യത്തെ പിടിച്ച് പറിച്ചെടുത്ത് അതിനെ എടുത്ത് ചതച്ച് പിഴിഞ്ഞ് നമുക്ക് വേണ്ടി തന്ന കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ അവസ്ഥകളിലേക്ക് ഒഴുകുന്നതിന് എൻ്റെ കർത്താവ് ഇടയാക്കി തീർക്കും. അവൻ്റെ രക്തത്താൽ നിനക്ക് മോചനമുണ്ട്. ആ സുഗന്ധ തൈലത്താൽ, ഗിലെയാദിലെ സുഗന്ധ തൈലത്താൽ നിനക്ക് മോചനം ലഭിച്ചിരിക്കുന്നു. അതിൻ്റെ 2ാമത്തെ ചോദ്യം ഇപ്രകാരം, അവിടെ വൈദ്യനില്ലയോ? ഏറ്റവും വലിയ വൈദ്യനാവൻ, രോഗികൾക്ക് വിടുതൽ നൽകുന്ന വൈദ്യനായ എൻ്റെ പിതാവ് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി രക്തത്തിൻ്റെ ഉടമ്പടി അത് ആ വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ കർത്താവ് ആ വ്യവസ്ഥയെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവൻ തന്നെത്താൻ ത്യജിച്ച് ഈ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി യാഗമായി തീർന്നു. അവസാനമുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന ദൈവം നമ്മളെ വിടുവിക്കാൻ ശക്തനത്രേ. എൻ്റെ കുഞ്ഞിനെ വിടുവിച്ച, എൻ്റെ പ്രശ്നങ്ങൾക്ക് വിടുതൽ നൽകിയ കർത്താവിൻ്റെ മഹത്വം, ആ ഏറ്റവും വലിയ വൈദ്യൻ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക്, നിങ്ങളുടെ ദേശത്തിനകത്തേക്ക് എൻ്റെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. 3ാമത്തെ ചോദ്യം ഇപ്രകാരം അത്രേ, എൻ്റെ ജനപുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? ആ 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, എൻ്റെ ജനപുത്രിയുടെ മുറിവ് നിമിത്തം ഞാനും മുറിപ്പെട്ടിരിക്കുന്നു. എന്താണ് വിശുദ്ധ വേദപുസ്തകത്തിൽ മുറിവ് എന്നത് അർത്ഥമാക്കുന്നത്? പാപത്താൽ ഉളവാകുന്ന മുറിവ്. പാപത്തിൻ്റെ അവസ്ഥയിലൂടെ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കുന്നു? 1, തേജസ് നഷ്ടപ്പെടുന്നു. 2, സമാധാനം നഷ്ടപ്പെടുന്നു. 3, മരണത്തെ ഭയക്കുന്നു. 3 അവസ്ഥകൾ പാപത്തിൻ്റെ പരിണിത ഫലമായി ഉണ്ടാകുന്നുവെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. 1, ദൈവ തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ ലൗകികമായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുകയും നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി ജീവിതത്തെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ അവസ്ഥയെ നമുക്ക് കാണാൻ കഴിയുന്നു.
തേജസ് നഷ്ടപ്പെട്ട മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടുന്നു. സമാധാനത്തിന് വേണ്ടി മനുഷ്യൻ നെട്ടോട്ടം ഓടുന്ന ഈ കാലയളവിൽ നിങ്ങൾക്ക് സമാധാനം തരുവാൻ ഒരൊറ്റ ഒരുവനെ ശക്തിയുള്ളൂ. വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്ത എൻ്റെ കർത്താവായ യേശു തമ്പുരാൻ നിൻ്റെ ജീവിതത്തിൽ വിടുതൽ നൽകുവാൻ, നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. അവൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു. നീ വാതിൽ തുറന്ന് നീ അവനെ സ്വീകരിക്കുന്നുവെങ്കിൽ നിൻ്റെ ജീവിതത്തെ അവൻ മാറ്റിമറിക്കും. മരണം, നിത്യമായ മരണത്തെപ്പറ്റി വിശുദ്ധ വേദപുസ്തകം പ്രതിപാദിക്കുന്നു. ദൈവസാദൃശ്യ മനുഷ്യൻ നഷ്ടപ്പെട്ടപ്പോൾ മനുഷ്യൻ മരണത്തിൻ്റെ അടിമത്വം, അല്ലെങ്കിൽ മരണത്തിൻ്റെ പിശാചിൻ്റെ തന്ത്രത്തിൽ അതിൻ്റെ അടിമത്വത്തിൽ അകപ്പെട്ടുപോയി. മാനുഷികമായ ശാരീരികമായ മരണത്തെപ്പറ്റിയല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. എന്നേക്കുമായി ദൈവ തേജസ്സിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥ, അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും വേർപിരിയുന്ന ഒരു അവസ്ഥയായി ഈ മരണത്തെ പ്രതിപാദിക്കുന്നു. എന്നാൽ ഈ 3 അവസ്ഥകളിലും, പാപത്തിൻ്റെ 3 സ്വഭാവ സവിശേഷതകളിലും ഇറങ്ങി വരുന്ന അതിൻ്റെ തേജസ്സിനെ, പാപത്തിൻ്റെ തേജസ്സിനെ കെടുത്തിക്കളഞ്ഞുകൊണ്ട് വിശുദ്ധിയുടെ തേജസ് നിന്നെ ഇടുവാൻ തക്കോണം, വിശുദ്ധിയുടെ വസ്ത്രം നിന്നെ ഉടുപ്പിക്കുവാൻ തക്കോണം ഒരു വൈദ്യൻ അവൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമണ്ഡലത്തിലേക്ക് വേണ്ടി നമുക്ക് വേണ്ടി സമർപ്പിച്ചു. ആ ദൈവത്തിൻ്റെ മഹത്വം, ആ ദൈവത്തിൻ്റെ ശക്തി നിന്നെ മാറ്റിമറിക്കുവാൻ മതിയായതത്രേ. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം വായിക്കുമ്പോൾ 10-ന്റെ 30 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഒരുവൻ തൻ്റെ യാത്രാമധ്യേ താൻ കള്ളന്മാരും കവർച്ചക്കാരുമായി പിടിക്കപ്പെട്ടു. അവൻ എവിടെ നിന്ന് എവിടേക്ക് യാത്ര ചെയ്യുന്നുവെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ഒന്ന് വചനഭാഗത്തിലേക്ക് ഒന്ന് കടക്കാം. 30-ാമത്തെ വാക്യം പ്രയോഗിക്കുന്നു: ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് പോകുന്നു. എന്താണ് യെരൂശലേം? നീതിയുടെ ഉറവിടമായ, സത്യത്തിൻ്റെ ഉറവിടമായ, പാപങ്ങളില്ലാത്ത, കവർച്ചയില്ലാത്ത യെരൂശലേമിൽ നിന്നും യെരിഹോവും പാപത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും ഭീതിയാൽ നിറയപ്പെട്ട യെരിഹോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നന്മയിൽ നിന്നും തിന്മയിലേക്കുള്ള യാത്രാമധ്യേ ഒരു മനുഷ്യനെ പതിയിരുന്ന ആ പിശാചിൻ്റെ തന്ത്രങ്ങൾ അവനെ അടിമപ്പെടുത്തുന്നു. എന്നാൽ ആ അടിമപ്പെടുത്തിയ അവസ്ഥയിൽ, അവൻ നശിച്ച അവസ്ഥയിൽ അതുവഴി 2 വ്യക്തികൾ കടന്നുപോയത് നമ്മൾ കാണാൻ കഴിയുന്നു. ഒന്നാമത് കടന്നുപോയ ഒരു പുരോഹിതൻ, രണ്ടാമത് കടന്നുപോയത് ഒരു ലേവ്യൻ. പുരോഹിതൻ അവനെ കണ്ടു. അവൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വസിക്കുന്നവനായതുകൊണ്ട് തന്നെ, അവൻ പ്രത്യേകമായ ന്യായപ്രമാണത്തിൽ വിശ്വസിക്കുന്നവനായതുകൊണ്ട് തന്നെ വീണെടുക്കുന്നവനെ തൊടുവാൻ അവൻ തയ്യാറായില്ല. ലേവ്യനും അതുവഴി കടന്നുപോയി. പക്ഷേ അവനെ എടുക്കുവാനോ അവനെ സംരക്ഷിക്കുവാനോ അവൻ്റെ മുറിവ് വെച്ച് കെട്ടുവാൻ അവൻ തയ്യാറായില്ല. എന്നാൽ നല്ലൊരു ശമരിയക്കാരൻ ആ വഴി കടന്നുപോയി. അവനവൻ്റെ മുറിവുകളിൽ മരുന്ന് വെച്ചു, അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി അവന് രോഗസൗഖ്യം കൊടുത്തു. ആ ദൈവം, ആ നല്ല ശമരിയക്കാരൻ നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, എൻ്റെ കർത്താവിൻ്റെ മഹത്വം, ആ നല്ല ശമരിയക്കാരൻ്റെ മഹത്വം വിശുദ്ധ സുഗന്ധ തൈലമായി നിൻ്റെ മുറിക്കകത്തേക്ക്, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവിൻ്റെ മഹത്വം അനുഭവിക്കുവാൻ എൻ്റെ കർത്താവ് സ്വർഗം തുറന്ന് ഇടവരുത്താൻ പോവുക. ആ നല്ല ശമരിയക്കാരൻ്റെ മഹത്വത്തെ നമുക്ക് പുതിയ ഉത്സവത്തിൽ കാണുമ്പോൾ യിരെമ്യാവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തിൽ ആ സുഗന്ധ തൈലത്തിൻ്റെ സൗരഭ്യം നിൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകുവാൻ എൻ്റെ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. നിരീശ്വരവാദിയായിരുന്ന, യുക്തിവാദിയായിരുന്ന എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കർത്താവ്, എഴുന്നേൽക്കാൻ ശേഷിയില്ലാതെ വൈദ്യശാസ്ത്രം കൈവിട്ട് എൻ്റെ കുഞ്ഞിനെ എഴുന്നേൽക്കാൻ ബലം കൊടുത്ത കർത്താവ്, ആ കർത്താവിൻ്റെ മഹത്വം നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കും. എഴുന്നേൽക്കാൻ ശേഷിയില്ലാത്ത എൻ്റെ കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ച കർത്താവ്, 5 വയസ്സിൽ അവൻ തളർന്നു പോയെങ്കിൽ, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും അധികമായി, ഇൻ്റേണൽ ഓർഗൻസ് ഡാമേജായി, കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ കൈവിട്ടപ്പോൾ ഞാൻ വൈദ്യശാസ്ത്രത്തെ പഴിച്ചില്ല, ഡോക്ടർമാർക്കെതിരെ പിറുവിറുത്തില്ല. കാരണം ഇതെൻ്റെ വിധിയെന്നോർത്ത് ഒടുങ്ങാനും ഞാൻ തയ്യാറായില്ല. ഇതിൻ്റെ പിന്നിൽ ദുഷ്ടൻ്റെ പ്രവൃത്തിയെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ ദൈവത്തിൻ്റെ കരം എൻ്റെ ജീവിതത്തിൽ വന്നിറങ്ങി. ദൈവനാമത്തിന് വിരോധമായി പ്രവർത്തിച്ച എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ അവസ്ഥകളിൽ ഇറങ്ങുവാൻ ശക്തിയുള്ളതത്രേ. നിങ്ങളെ മാറ്റിമറിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങും. എനിക്ക് തുടർന്ന് എൻ്റെ വൈഫിന് കുഞ്ഞുങ്ങളെ ക്യാരി ചെയ്യാൻ കഴിവില്ല എന്ന്, യൂട്രസിന് ക്യാരി ചെയ്യാൻ കഴിവില്ല എന്ന് വൈദ്യശാസ്ത്രം വിധി കൽപ്പിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ചു, എൻ്റെ പിതാവേ, നിൻ്റെ അനുഗ്രഹം എനിക്ക് വേണമപ്പ, നിൻ്റെ കൃപ എനിക്ക് വേണമപ്പ. വൈദ്യശാസ്ത്രം പറയുന്നതല്ല ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കണ്ടതാ, എഴുന്നേൽക്കാൻ സാധിക്കാത്ത കുഞ്ഞ് എഴുന്നേറ്റ് ഞാൻ കണ്ടതാ. ഞാൻ വിശ്വസിക്കുക, അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം പോലെ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ കർത്താവ് എനിക്കൊരു ആൺകുഞ്ഞിനെയും പെൺകുഞ്ഞിനെയും ഇരട്ട കുഞ്ഞുങ്ങൾ എൻ്റെ കർത്താവിൻ്റെ ജീവിതത്തിൽ തന്നു.
3 കുഞ്ഞുങ്ങളുടെ പിതാവായിരിക്കാൻ എൻ്റെ കർത്താവ് സ്വർഗം തുറന്ന് ഇടവരുത്തുന്നു. യിരെമ്യാവിൻ്റെ ഹൃദയത്തിലുണ്ടായതുപോലെ 3 ചോദ്യങ്ങൾ യിരെമ്യാവിൻ്റെ ഹൃദയത്തിലുണ്ടായെങ്കിൽ യിരെമ്യാവ് ദൈവത്തോട് ചോദിച്ചുവെങ്കിൽ ദൈവത്തോട് ചോദ്യം ചെയ്യുന്ന പ്രശ്നങ്ങളെ കണ്ട് ചോദ്യം ചെയ്യുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ചോദ്യങ്ങൾക്ക്, നിൻ്റെ യുക്തിബോധങ്ങൾക്ക്, നിൻ്റെ ബുദ്ധിചിന്തയുടെ അകത്തു നിന്നും പുറപ്പെടുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുവാൻ എൻ്റെ കർത്താവിൻ്റെ കരം നിൻ്റെ ഭവനത്തിനകത്തേക്ക് നീളുക, നിൻ്റെ വ്യക്തിപരമായ കൂടാരത്തിനകത്തേക്ക് നീളുക. നിൻ്റെ അവസ്ഥകളെ മാറ്റിമറിക്കാൻ മറിക്കുവാൻ തക്കണം ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു. നീ സമർപ്പിക്കുന്നു നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ മാറും. നിൻ്റെ ഭവനത്തിൻ്റെ മേൽ പിശാച് കെട്ടിവെച്ചിരിക്കുന്ന സകല പാപത്തിൻ്റെയും സകല ശാപത്തിൻ്റെയും കെട്ടുകൾ അഴിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനത്രേ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിങ്ങൾ പ്രാർത്ഥനയിലായിരുന്നിട്ട് ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ മാറ്റിമറിക്കും. ഞാൻ എൻ്റെ സാക്ഷ്യത്തിൽ ഒരു ഭാവനം പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇപ്രകാരം ഒരു സൂയിസൈഡ് ചെയ്യാൻ പദ്ധതിയിട്ട് ഞാനൊരു അധ്യാപകനായി ജോലി നോക്കുമ്പോൾ, അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ, ഇനി എൻ്റെ ജീവൻ തകർന്നു തരിപ്പണമായെന്നുള്ള ആ ചിന്തയിൽ സൂയിസൈഡ് ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്ന രാത്രിയിൽ TV ചാനലിൽ ഞാൻ മാറ്റിമറിച്ച് നോക്കുമ്പോൾ പവർ വിഷനിൽ ഒരു മെസ്സേജ് വരികയാണ്: നിൻ്റെ ദൈവം നിന്നെ ശക്തീകരിക്കാൻ ശക്തനത്രേ. നിൻ്റെ മകനെ നീ ഇന്ന് രാത്രി മരിക്കാൻ പദ്ധതിയിട്ടിരിക്കുന്നെങ്കിൽ മരിക്കാൻ എൻ്റെ അപ്പൻ അനുവദിക്കത്തില്ല. നിൻ്റെ കുഞ്ഞിനെ എൻ്റെ കർത്താവ് ലോകരാജ്യങ്ങൾ അറിയപ്പെടുന്നൊരു മിഷണറിയാക്കി മാറ്റും. ആ വചനം എൻ്റെ അകത്ത് തുളച്ചു കയറുന്നവർ തോന്നി. അന്ന് ആത്മഹത്യ ചെയ്യാൻ പദ്ധതി കിട്ടത് അതിൽ നിന്ന് ഞാൻ പിന്തിരിഞ്ഞു. എന്നാൽ എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കർത്താവിൻ്റെ അതേ മഹത്വം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളായിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ എൻ്റെ കർത്താവിൻ്റെ കരം പ്രവർത്തിക്കാൻ പോവുക. പ്രിയ ദൈവജനമേ, യുക്തിയുടെയും ബുദ്ധിയുടെയും ആലോചനയിലായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ എൻ്റെ കർത്താവ് നിങ്ങളെ മാറ്റിമറിക്കുവാൻ ശക്തനത്രേ. നമ്മൾ വായിച്ചു ഗിലെയാദിലെ തൈലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന്. ലൂക്കോസിൻ്റെ സുവിശേഷം 10:30 നമ്മൾ വായിച്ചു. ഒരു മനുഷ്യൻ്റെ യാത്രയിൽ അവൻ അപകടപ്പെട്ടു. അവിടെ ഇറങ്ങി വന്ന അവന് വേണ്ടി പ്രവർത്തിച്ച നല്ലൊരു ശമരിയാക്കാരനെ നമുക്കറിയാൻ കഴിഞ്ഞു. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച നല്ല ശമരിയാക്കാരൻ നിങ്ങളുടെ ജീവിതത്തിലും പ്രവർത്തിക്കാൻ ശക്തനത്രേ. തൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി അർപ്പിച്ചു തന്ന ദൈവം, നമുക്ക് വേണ്ടി അർപ്പിച്ചു തന്ന കർത്താവിൻ്റെ മഹത്വം നിങ്ങളുടെ വ്യക്തിപരമായ അവസ്ഥകളെ മാറ്റുവാൻ ശക്തിയുള്ളതത്രേ. ഏറ്റവും നല്ല ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് ആ സുഗന്ധതൈലം പരത്തുന്ന ആ നല്ല ഔഷധ സസ്യത്തെ പറിച്ചെടുത്ത് അതിനെ ചതച്ചു പിഴിഞ്ഞ് എനിക്ക് വേണ്ടി ഊറ്റിയെടുത്തു. അവൻ അവസാനത്തുള്ള രക്തം വരെയും നമുക്ക് വേണ്ടി ഒഴുക്കി തന്നു. അവൻ്റെ ദൈവികമായ തേജസ് അവനെ എടുത്തു മാറ്റി ലോകത്തിൻ്റെ മുഴുവൻ പാപവും അവൻ്റെ മേൽ ചുമത്തുവാൻ തക്കവണ്ണം, മനുഷ്യൻ്റെ പാപം ചുമത്തുവാൻ തക്കവണ്ണം ദൈവികമായ തേജസ് അവനെ എടുത്തു മാറ്റപ്പെട്ടപ്പോൾ അവൻ്റെ സാധാരണ മനുഷ്യനെ പോലെ അവൻ നിലവിളിച്ചു: പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമിൽ നീക്കണമേ. ഏലോഹി ഏലോഹി ലബ ശബ്ദാനിയെന്ന് അവൻ ഉറക്കം നിലവിളിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ തേജസ്, എന്തിനു വേണ്ടി താൻ ഈ ഭൂമിയിലായിരിക്കുന്നു, എന്തിനു വേണ്ടി ഞാൻ ഈ ഭൂമിയിൽ എത്തപ്പെട്ടു എന്നുള്ള ആ ചിന്തയിൽ നിന്ന് പോലും അവൻ വ്യതിരിക്കപ്പെട്ടു. എപ്പോൾ ദൈവത്തിൻ്റെ തേജസ് അവനിൽ നിന്ന് മാറ്റപ്പെട്ട് ലോകത്തിൻ്റെ പാവം അവൻ്റെ മേൽ ചുമത്തപ്പെട്ടപ്പോൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടും അവൻ പ്രാർത്ഥിക്കുകയാണെങ്കിലും, കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഒരർപ്പണം ഞാൻ നടത്തുന്നുവെങ്കിൽ, അതിലൂടെ ഒരു ജനം മോചിക്കപ്പെടുന്നുവെങ്കിൽ, എൻ്റെ കർത്താവേ, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എനിക്ക് വേണ്ടി, എന്നെപ്പോലെ ആയിരിക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഈ ഭൂമണ്ഡലത്തിൽ ഇറങ്ങി വന്നു. അവസാനത്തുള്ള രക്തം വരെ ഒഴുക്കി. ആ നല്ല സുഗന്ധ തൈലത്തിൻ്റെ സൗരഭ്യം നിന്നെ വിടുതൽ നൽകുവാൻ മതിയായതത്രേ. അവൻ്റെ രക്തം നിന്നെ മോചിപ്പിക്കുവാൻ ശക്തിയുള്ളതത്രേ. പാപത്തിൻ്റെ പടുകുഴിയിൽ അകപ്പെട്ട, അധർമ്മത്തിലും അനാചാരത്തിലും അകപ്പെട്ട വ്യക്തി ജീവിതമേ, നിന്നെ മാറ്റിമറിക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനത്രേ. നല്ല ശമരിയാക്കാരനായ, നല്ല ഇടയനായ എൻ്റെ കർത്താവ് ആടുകളെ തൻ്റെ നെഞ്ചത്തോട് ചേർത്ത് പിടിക്കുന്ന നല്ലൊരു ഇടയൻ. ആ ഇടയൻ്റെ കൈക്കീഴിൽ, ആ ഇടയൻ്റെ ആലോചനയിൽ, ആ ഇടയൻ തരുന്ന ആലോചന നീ ആകാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നീ ശരിയായ പാതയിലൂടെ നയിക്കപ്പെടും. കുടിയെ ചെന്നായി കടന്നു വരുമ്പോൾ ഇടയനല്ലാത്തവൻ, ആത്മാർത്ഥതയില്ലാത്തവൻ ഇട്ടിട്ട് ഓടിപ്പോകും. ലോകത്തിൻ്റെ സകലവിധമായ പിടിപാടുകളും അത്രയേ ഉള്ളൂ. നിനക്ക് ഒരു പ്രശ്നം വന്നാൽ, പ്രതിബന്ധം വന്നാൽ, വിഷയം വന്നാൽ നിൻ്റെ കൂടെ ആയിരിക്കുന്ന സകലരും നിന്നെ ഇട്ടിട്ട് പോകും. എന്നാൽ ഏത് പ്രതിസന്ധിയിലും, പെറ്റമ്മ ഉപേക്ഷിച്ചാൽ പോലും, സ്വന്തമായവർ ഉപേക്ഷിച്ചാൽ പോലും നിന്നെ കൈവിടാത്തവനായ ദൈവത്തിൽ നീ അർപ്പിക്കുന്നുവെങ്കിൽ ആ സുഗന്ധ തൈലത്തിൻ്റെ സൗരഭ്യം നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, നീ ഏതവസ്ഥയിലാണോ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നീ സമർപ്പിക്കുന്നുവെങ്കിൽ നിൻ്റെ അവസ്ഥകളിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങളോട് ഞാൻ പറയട്ടെ,
പറയട്ടെ, യേശുവിനെ നീ അംഗീകരിക്കുന്നുവെങ്കിൽ, യേശുവിൻ്റെ ശക്തി നീ ഉള്ളിൽ വഹിക്കുന്നുവെങ്കിൽ, നീ അതിനെ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിൻ്റെ ഹൃദയവാതിൽ അവന് വേണ്ടി തുറക്കാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, നീ ആ കട്ടിൽ നീ എഴുന്നേൽക്കും. നീ മരിച്ചു പോകുന്ന ഡോക്ടർമാർ വിധി കൽപ്പിച്ച വ്യക്തി ജീവിതമേ, എൻ്റെ കർത്താവ് നിന്നെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ശക്തനത്രേ. ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ എൻ്റെ കർത്താവിൻ്റെ കരം ഇന്ന് ഇറങ്ങും. ഇന്ന് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ അകത്തു നിന്നും നിനക്കൊരു തേങ്ങൽ ഉണ്ടാകുമെങ്കിൽ, ഹൃദയത്തിൻ്റെ അകത്തു നിന്നും നിനക്കൊരു നിലവിളി ഉണ്ടാകുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വം നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഇറങ്ങും. എല്ലാവരും പ്രാർത്ഥനയിലായിരുന്നാട്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന സകലരും പ്രാർത്ഥനയോടായിരുന്നാട്ട്, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങും. സർവ്വത്തിൻ്റെ നാഥനായ സർവശക്തനായ കർത്താവേ, അങ്ങയുടെ സന്നിധി ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, കണ്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളെയും എൻ്റെ കർത്താവ് അങ്ങയുടെ നാമത്തെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൃപ, ശക്തിയും മഹത്വം സകല വ്യക്തി ജീവിതങ്ങളിന്മേലും ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. ബന്ധനസ്ഥർ വിടുതൽ പ്രാപിക്കട്ടെ. സകല അന്ധകാര ശക്തിയിൽ നിന്നും മോചനമുണ്ടാകട്ടെ. കുരുട്ട് കണ്ണുകൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മരിച്ചു പോകുമെന്ന് ദുഷ്ടൻ കൽപ്പിച്ചിരിക്കുന്ന ആ വിധികളെ, ആ റിപ്പോർട്ടുകളെ കീറിക്കളയുവാൻ എൻ്റെ കർത്താവ് സ്വർഗം തുറന്നിടവരുത്താൻ പോകുന്നതിനെ ഓർത്ത് സ്തോത്രം. ഡോക്ടർമാർ തരുന്ന വിധി കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, നിൻ്റെ റിപ്പോർട്ടിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങും. നീ മരിച്ചു എന്ന് വിധി കൽപ്പിച്ച് അതേ ഡോക്ടറിൻ്റെ വായിൽ നിന്ന് കേൾക്കാനിടവരും. എന്തോ ഒരു മിറക്കിൾ നിൻ്റെ ശരീരത്തിൽ നടന്നുവെന്ന്. അപ്രകാരം ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. മാരകരോഗങ്ങളാൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക്, സ്വന്തം തലമുറയെ നോക്കി ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളിലേക്ക് ദൈവത്തിൻ്റെ മഹത്വം ഇപ്പോൾ തന്നെ ഇറങ്ങട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗിലെയാദിലെ സുഗന്ധതൈലത്തിൻ്റെ സൗരഭ്യവാസന ഓരോ വ്യക്തി ജീവിതങ്ങളിൽ ഇറങ്ങുവാൻ എൻ്റെ കർത്താവ് ഇടവരുത്താൻ പോകുന്നതിനെ ഓർത്ത് സ്തോത്രം. എൻ്റെ വിഷയങ്ങൾക്ക് മറുപടി ഇല്ലയോ, എനിക്ക് നല്ലൊരു വൈദ്യനില്ലയോ, എനിക്ക് രോഗശമനം ഉണ്ടാകത്തില്ലയോ, വിവിധങ്ങളായ ചോദ്യങ്ങൾ നിൻ്റെ ജീവിതത്തിൽ ഉയർന്നു വരുമ്പോൾ, നിൻ്റെ ഹൃദയത്തിൽ ആഞ്ഞ് അലതള്ളുമ്പോൾ, യുക്തിയുടെയും ബുദ്ധിയുടെയും ചിന്തകൾ നിൻ്റെ മുമ്പാകെ തെളിഞ്ഞു വരുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ മറുപടി, ഏറ്റവും നല്ല വൈദ്യനായവൻ, ഏറ്റവും നല്ല സുഗന്ധതൈലം ഇതാ നിനക്ക് വേണ്ടി പരിവർത്തിക്കപ്പെടാൻ പോവുക. അവസാനത്തുള്ള രക്തം വരെ ഒഴുക്കി തന്ന സർവശക്തനായ കർത്താവിൻ്റെ മഹത്വം നിൻ്റെ വിഷയങ്ങൾ മേൽ ഇറങ്ങും. മാരകമായ രോഗങ്ങളുടെ മേൽ വിടുതലുണ്ടാകും. സ്കിൻ ഡിസീസ് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തളർവാദികൾ ഇപ്പോൾ തന്നെ എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുരുട്ട് കണ്ണുകൾ തുറക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കേൾവി ശക്തി യേശുവിൻ്റെ നാമത്തിൽ വിളിച്ചു വരുത്തുക. നിൻ്റെ സാമ്പത്തികമായ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ കരമിറങ്ങട്ടെ. ആത്മഹത്യ ചെയ്യാൻ പദ്ധതിയിട്ടിരിക്കുന്ന വ്യക്തി ജീവിതമേ, എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ കർത്താവിൻ്റെ അതേ മഹത്വം നിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ മതിയായതാ. നീ മരിക്കുവാൻ എൻ്റെ കർത്താവ് ഇടം നൽകത്തില്ല. ലോകത്തിൻ്റെ ക്ഷണികമായ ഭോഗങ്ങളിൽ ഇഷ്ടപ്പെട്ട് ജീവിതത്തെ തുലച്ച വ്യക്തി ജീവിതമേ, എൻ്റെ കർത്താവിൻ്റെ ആ സൗരഭ്യവാസന നിൻ്റെ ജീവിതത്തിലുടനീളം നിറയുവാൻ എൻ്റെ കർത്താവ് സ്വർഗം തുറന്ന് ഇടവരുത്താൻ പോവുക. ലോകം തരുന്ന ലഹരിയിൽ അത് താൽക്കാലികമാണ്. എന്നാൽ ദൈവാത്മാവിൻ്റെ ലഹരിയാൽ നിറയപ്പെടുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിൻ്റെ ശരീരത്തിന്മേൽ, നിൻ്റെ രക്തകോശങ്ങളിലെ മേൽ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങും. നിൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ചൂട് വഹിക്കുന്നവനായി നീ മാറ്റപ്പെടും. ഒരു വ്യക്തിക്കും നിന്നെ താഴ്ത്തിക്കളയുവാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ അഭിഷേകം നിൻ്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടട്ടെ. സർവശക്തനായ കർത്താവിൻ്റെ നാമത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ സകല വ്യക്തികളും സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തലമുറകളെ ചൊല്ലി ഭാരപ്പെടുന്ന വ്യക്തി ജീവിതമേ, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ തലമുറകളുടെ മേൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങട്ടെ. നിനക്ക് മക്കളില്ല എന്ന് വിധി കൽപ്പിച്ച്, മക്കളുണ്ടാകത്തില്ല എന്ന് നിന്നെ പഴി പറഞ്ഞ് നിൻ്റെ സ്വന്തക്കാരായവർ, ചാർച്ചക്കാരായവർ നിനക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ, എനിക്ക് 3 കുഞ്ഞുങ്ങളെ തന്ന കർത്താവിൻ്റെ ആത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, നിൻ്റെ മേൽ ജനം ചുമത്തുന്ന സകല വേണ്ടാത്ത വാക്കുകളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുക. സമയവും കാലവും നീ കുറിച്ചു. എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ നിന്ദിക്കുന്നവരുടെ മുൻപാകെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. നിന്നെ പരിഹസിക്കുന്നവരുടെ മുൻപാകെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടും. സകലത്തിൻ്റെ മേലും വാഴുവാൻ എൻ്റെ കർത്താവിൻ്റെ അധികാരം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പ്രാർത്ഥന കേട്ട കൃപയോർത്ത് സ്തോത്രം. യേശു കർത്താവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ നല്ലൊരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ അനുഗ്രഹിക്കുന്നു. ഞാൻ തിരുവല്ല ബ്രൈറ്റ് ചർച്ചിൻ്റെ പാസ്റ്ററായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങളെ ചർച്ചിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ അനുഭവിച്ച ദൈവസ്നേഹം, ഞാൻ അനുഭവിച്ച ദൈവശക്തി
നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് അവിടെ വരെ വരുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോകണമെന്ന് ആത്മാവിനും സത്യത്തിനും ആരാധിക്കുന്ന ഏതെങ്കിലും വ്യക്തികളുമായി അല്ലെങ്കിൽ കൂട്ടായ്മയുമായി ബന്ധപ്പെടണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുന്നു. കൂട്ടായ്മയുടെ ബലം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ. പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽപ്പാൻ, പിശാചിൻ്റെ തന്ത്രങ്ങളെ തോൽപ്പിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ദൈവം നിങ്ങളുടെ അവസ്ഥകളെ മാറ്റിമറിക്കും. നിങ്ങളൊരു ശുശ്രൂഷകൻ ഉയർന്നു വരുവാൻ, യഹൂദ ഗോത്രത്തിൻ്റെ സിംഹം നിങ്ങളുടെ ഗർജിക്കുവാൻ, ലോകമത് കാണുവാൻ എൻ്റെ കർത്താവ് സ്വർഗം തുറന്നിടവരും. മരിച്ചു ഫുൾ സ്റ്റോപ്പ് ഇട്ട് തീർക്കാമെന്ന് നീ ചിന്തിക്കുന്നുവെങ്കിൽ, നിൻ്റെ മരണത്തെ നീ മുന്നിൽ കാണുന്നുവെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, ഞാൻ അനുഭവിച്ച അതേ ദൈവസ്നേഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, എൻ്റെ കർത്താവ് നിന്നെ ഏറ്റവും വലിയവനാക്കി മാറ്റും, ഏറ്റവും വലുതാക്കി ഉയർത്തും. ഇന്നുവരെ നീ ചിന്തിച്ചിട്ടില്ലാത്ത, ലോകം നിന്നെപ്പറ്റി ആലോചിച്ചിട്ടില്ലാത്ത മണ്ഡലങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുന്നതിന് സ്വർഗം തുറന്നിടവരാൻ പോവുക. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ നേരിൽ കാണുവാൻ എൻ്റെ കർത്താവ് സ്വർഗം തുറന്നിടവരുത്തട്ടെ. ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കണം. നിങ്ങൾ പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ അതിന്മേൽ വിളിക്കണം. എൻ്റെ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.